Let's go. ഞാൻ ഇന്ന് ഫുഡ് കഴിച്ചു. ആ ചെവി ടീഷർട്ടിന്റെ കളർ എന്താ? ഞാൻ മുഹമ്മദിന്റെ ടീഷർട്ട് ഇവനിക്ക് പോകാൻ ഫ്യൂച്ചറിലാവാൻ അവള് അതിന്റെ സിനാരിയോ ആലോചിക്കാണ്. നടുവേദന തിലുക്കൊന്നും ചെയ്യാതെ കൊടുക്കാൻ പറ്റുമോ? ബാഗിൽ ഇരിക്കണം കേട്ടോ. അതേ പറയില്ല. നമുക്ക് തോർത്താം. Pasa kikire. എന്താണ്? അല്ല അത് സ്വാഭാവികം വർഷത്തിന് കറക്റ്റ് പറയുകയാണെങ്കിൽ 8 വർഷത്തിന് ശേഷമാണ്. എന്താ പറയുക, ഞാൻ കുറെ കാര്യങ്ങൾ റസൂൽ കടയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. ഗുഡ് ഹ്യൂമൻ ബീങ്, അത്രയ്ക്ക് പറയുള്ളൂ. എന്റെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് ഞാൻ ഓൾറെഡി ഭയങ്കര ടെൻഷനിലാണ് പെണ്ണ് കാണാൻ പോകുമ്പോ. കണ്ടപ്പോ ഞാൻ ആദ്യം നെട്ടിപ്പോയി. വലിയ കാത കുത്തിയ വലിയൊരു ആട് 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 എനിക്കാണ് ഷോക്ക് ഏതാന്ന് വെച്ചാല് റിയന്റെ ഒക്കെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ഞാൻ വേണ്ടി പറഞ്ഞു അതാ പറയാ. അപ്പൊ ഞാനിങ്ങനെ പെണ്ണിനെ കാത്തിരിക്കാണ്. ഫോണിലൊക്കെ സംസാരിച്ചെന്നല്ലാതെ പെണ്ണിനെ കണ്ടിട്ടില്ലല്ലോ. പെണ്ണിന്റെ ഒരു വലിയൊരു ആടും ഒരു ഒക്കത്തെ ഒരു കുട്ടിയും. ആട് നമുക്ക് വിഷയമല്ലായിരുന്നു, കുട്ടിനെ കണ്ടപ്പോ എനിക്ക് ഡൗട്ടായി. ഞാന് പുള്ളിയോട് ചോദിച്ച് എനിക്കറിയാം അന്നത്തെ ഹരം കൊണ്ടാവും എനിക്കറിയില്ല. അത് ഈ പറഞ്ഞ് അങ്ങനത്തെ ഒരു പെണ്ണെ അതിനേക്കാൾ ഭയങ്കര സന്തോഷമായി. നമ്മളെല്ലാ തട്ടിപ്പും വെട്ടിപ്പൊക്കെ നടത്താൻ പറ്റിയൊരു പെണ്ണാണ്. അപ്പൊ പൂനെയിൽ ആദ്യമായിട്ട് വിട്ട് പോയി നിൽക്കുകയാണ്. മുന്നൊക്കെ പോയപ്പോ 10 ദിവസത്തേക്ക് നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതുപോലെയല്ല, ഇപ്പോ ഒരു വർഷത്തിലല്ലേ കോഴ്സ് ഉള്ളത്.
2 years അല്ലേ? അപ്പോൾ എന്തായിരുന്നാലും ഒരുപാട് ചലഞ്ചസ് ഉണ്ടാവും. ഓക്കെ, ഒത്തിരി ചലഞ്ചസ് ഉണ്ടാവും. അപ്പോൾ ഒരിക്കലും നമ്മൾ ഡൗൺ ആവാൻ പാടില്ല. നമ്മൾ ഓരോ സമയത്തും നമ്മളുടേതായിട്ടുള്ള ആ ഒരു പ്രായത്തിൻ്റെയും ആ ഒരു നമ്മൾ പഠിച്ചിട്ടുള്ള ആ പക്വത കാണിച്ച് എല്ലാ കാര്യങ്ങളും നമ്മൾ അതിജീവിക്കണം. ഓക്കെ, ഒരുപാട് എന്നിരുന്നാലും നമ്മൾ ഇതേപോലെ ട്രിപ്പ് വരുമ്പോൾ ഓരോ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവും. എല്ലാം നല്ല നേരത്തെ അവരെല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഈ യാത്രയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവരും പിന്നെ അന്ന് അപ്പൻ്റെ കല്യാണത്തിന് ശേഷം വീണ്ടും ഒരു ഒരുമിച്ച് കൂടൽ ഈ ഒരു യാത്രയിലായിരുന്നു. ഒരുപാട് നല്ല നല്ല മുഹൂർത്തങ്ങൾ ഒപ്പിയെടുത്ത് മനസ്സിലൊന്ന് സൂക്ഷിക്കാനും താലോലിക്കാനും പറ്റിയ ഒരുപാട് അവസരങ്ങൾക്ക് പിന്നെ ഒരുക്കി തന്ന നമ്മുടെ പ്രിയപ്പെട്ട ആങ്ങളമാർക്ക് ഒരു സെറ്റപ്പിൽ പോകുമ്പോൾ കിട്ടുന്ന ഒരു കുറച്ച് വാല്യുബിൾ ആണ് നമ്മുടെ ലൈഫിൽ. മനസ്സിലായോ? പുസ്തകം കിട്ടിയ സംഭവം അത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരണം എനിക്ക് അറിയില്ല. അപ്പോ എന്താ വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മള് കൊല്ലത്തിൽ ഒരു പ്രാവശ്യം നമ്മളിങ്ങനെ എല്ലാവരും ഒരുമിച്ചിട്ട് പോകണം. അത് നമ്മളെ വളർന്ന് ഇനി പാട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. കുഴപ്പമില്ല, ഇനിയിപ്പോ എല്ലാരും പറഞ്ഞു കഴിഞ്ഞില്ല. അർപ്പങ്ങളിലൊക്കെ കണ്ടിട്ട് കുറേ ദിവസമായി. അപ്പോൾ താത്തനും വിഷാനും ജയറിഷനും ദാനിഷനും ഒക്കെ കണ്ടിട്ട് കുറേ കാലമായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ലതായിരുന്നു, സന്തോഷമായിരുന്നു. എല്ലാവരും കാണാണ്. ഇസ്രയൊക്കെ ഭയങ്കര വലുതായിട്ട് ഫസ്റ്റ് ടൈമാണല്ലോ നമ്മൾ ഇങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഒരു ട്രിപ്പിന് പോയിട്ട്. അപ്പോൾ പിന്നെ കുറേ വർഷങ്ങളായില്ലേ അർപ്പങ്ങളിലും റേസിലങ്ങളിലൊക്കെ കണ്ടിട്ട്. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാ. ഏതായാലും എൻ്റെ മക്കളൊക്കെ ഞാൻ തിരിച്ചു പോയിട്ട് ഓർത്ത് അഞ്ച് മക്കൾ നല്ലപോലെ ഓർത്ത്. മക്കളെല്ലാവരും നല്ല സന്തോഷത്തിൽ നീങ്ങി എല്ലാവരും കല്യാണം കഴിച്ച് എല്ലാ അനുഭവങ്ങളും ചെയ്ത് കഴിഞ്ഞു. ഒപ്പയും മരിച്ചുപോയി. എന്നിട്ട് എൻ്റെ മക്കളെല്ലാവരും നല്ല രീതിയിൽ സന്തോഷത്തിൽ ഇപ്പോൾ കണ്ടതിൽ ഞാൻ വളരെയധികം സന്തോഷിച്ചു. വളരെ തുടിക്കുന്നു. എൻ്റെ കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും ദീർഘായുസ്സും മനസ്സമാധാനം എല്ലാ അസുഖങ്ങളും മാറ്റി എൻ്റെ മക്കളൊക്കെ നല്ല സന്തോഷത്തിലാക്കി കൊടുക്കും. ഞാൻ നന്നായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ കൂടുതൽ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നല്ല മുഹൂർത്തങ്ങൾ കൈമാറാനും എന്നും നമുക്ക് ഓർത്ത് വെക്കാനും പറ്റിയത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തുറന്ന് സംസാരിച്ചു. അമ്മൻ്റെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഉമ്മാനെ സംബന്ധിച്ച് ഉമ്മയുള്ളതിൽ ഫസ്റ്റ് പേഴ്സൺ. നമ്മൾക്ക് എന്തെങ്കിലും പറയുമ്പോഴൊക്കെ ഉമ്മാനെ പിന്നെ ദേഷ്യപ്പെടുമെങ്കിലും ഉമ്മക്ക് ഒരുപാട് സന്തോഷമായിട്ടുണ്ട് ഈ ഒരു യാത്ര. ഒരുപാട് പിന്നെ ആഗ്രഹിച്ചിരുന്നതാണ്. അന്ന് അർപ്പൻ്റെ കല്യാണം കഴിഞ്ഞ് പോയപ്പോൾ നമുക്ക് ഒരുമിച്ച് എന്നും പോകണം എന്നിങ്ങനെ ഉമ്മ പറയാറുണ്ട്. അപ്പം ഉമ്മക്കത് വളരെ സന്തോഷമായിട്ട് ആത്മാർത്ഥമായിട്ട് അത് പറഞ്ഞല്ലോ. നമ്മുടെ മക്കളെല്ലാവരും കൂടി യാത്ര ചെയ്ത് വളരെ സന്തോഷമായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ തട്ട് പറഞ്ഞത് തന്നെയാണ്. പിന്നെ നമുക്ക് നമ്മളൊരു സ്പെഷ്യൽ കെയർ നമ്മൾ കൊടുക്കുന്നത് തന്നെ നമ്മളെപ്പോഴും നമ്മളെ കൂട്ടത്തിൽ നമ്മൾ ഉമ്മാൻ്റെ കൂടെ ആമാനും കൊണ്ടുപോകുന്നത്. നമുക്ക് കുട്ടിക്കാലത്ത് ഒരുപാട് ഓർമ്മകൾ ആമാനുമായിട്ടുണ്ട്. ഇപ്പോൾ ജെസ്സി പറഞ്ഞല്ലോ പാലൊഴിച്ച കഥ, അതുപോലെ എനിക്കും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പാല് കുടിക്കാത്ത രാത്രി അന്നവിടെ പശു ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊന്നും അത് അത്ര അവൈലബിൾ അല്ല. അപ്പോഴും മിൽമയും കാര്യങ്ങളൊക്കെ അല്ല. വെച്ച് ഞാൻ വിചാരിച്ചു അമ്മ കുടിച്ചോടുന്നത്. എനിക്ക് പാൽ ഇഷ്ടമായിട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ അതേപോലെ തന്നെ പത്തായപ്പുരൻ്റെ അവിടെ പത്തിരി ചുട്ട സമയത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. കുട്ടികൾക്കൊന്നും അറിയില്ല. ഒഴിഞ്ഞിട്ട് വരുമ്പോൾ പുറത്തോട്ട് വല്യമ്മ പറയും പ്രസവിച്ചിട്ട് വല്യമാനെ കയറി ചെയ്ത് വല്യപ്പ ഈ കാഞ്ഞിരപ്പത്തിൽ ഇട്ടിട്ട് എണ്ണപ്പാത്തിൽ ഒഴിച്ചിട്ട് നടത്തുന്നു. അപ്പോൾ അതൊരു ആൾരൂപം പോലെ അവിടെ വെച്ചിട്ടുണ്ടായിരിക്കും. ഇത് ശരിക്കും നമുക്ക് എഴുതാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു അനുഭവങ്ങളായിരിക്കാം. അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ എന്താ പറയുക ഇൻ്റലിജൻറ്റ് പേഴ്സൺ അങ്ങനെ വരാറുണ്ട്. അപ്പോൾ എല്ലാം നല്ലതിനായിരുന്നു. എല്ലാം നല്ലതിനാവട്ടെ. ഒരുപാട് സന്തോഷ നിമിഷങ്ങൾ തന്ന എല്ലാവർക്കും ഒരുപാട് മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ എന്താ പറയുക ഭാഷയിൽ നിന്ന് ഒരുപാട് സന്തോഷം അറിയിക്കുന്നു. ഇനിയും നമുക്ക് ഒരുപാട് ഇത്തരം സന്തോഷ മുഹൂർത്തങ്ങൾ ഒരുമിച്ച് പങ്കെടുക്കാനും ആരോഗ്യത്തോടുള്ള ആയുസ് തന്ന അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി വേണമെങ്കിൽ ജെസ്സിക്ക് പ്രിയക്ക് അസിക്കൊക്കെ പാട്ട് പാടാം. പിന്നെ റീസലും സംസാരിച്ചിട്ടില്ല. റീസല് ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ നമുക്ക് വളരെ സ്പെഷ്യലായിട്ട് ഉള്ള സമയമാണ് നമ്മുടെ ഒരു 1 month വെക്കേഷൻ. യൂഷ്വലി നമ്മളൊക്കെ വെച്ചാൽ 11 മാസം അവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാലം കാത്തിരുന്ന് ഒരു മാസം വെക്കേഷൻ വരാനാണ്. അപ്പോൾ ഇന്നൊക്കെ കൃത്യം എൻ്റെ വെക്കേഷൻ വന്നിട്ട് ഇപ്പോൾ ഞങ്ങളുടെ വെക്കേഷൻ വന്നിട്ട് 30 ദിവസമായി. നാളെ തിരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ എല്ലാ വെക്കേഷനും സ്പെഷ്യലാണ്. പക്ഷേ ഒരുപാട് കാലത്തിന് ശേഷം ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ഒരു വെക്കേഷനാണ് ഇത്. ഒരുപാട് കാരണങ്ങളുണ്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഉമ്മ നേരത്തെ പറഞ്ഞ കുഞ്ഞുമൂന്ന് 5 മക്കൾ ഒരുമിച്ചൊരു യാത്ര പിന്നോടും കൂടെ അതൊരു വലിയ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ആകെ എനിക്കൊരു ചെറിയ കാര്യം വിഷമമുള്ളത് എനിക്ക് സൈറിഷൊക്കെ ചോദിച്ചാൽ അത്രയും നല്ലപോലെ അവർക്ക് പാട്ട് പാടി കൊടുക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അത് നമ്മൾ സംസാരിച്ച് എനിക്ക് ഓർമ്മ ഉണ്ടെന്ന് സീറ്റ് പറയുന്നത് അവിടെ വീട്ടുകാരൊക്കെ ഭയങ്കര എന്താണ് ഇമ്പ്രസ്ഡ് ആയി എന്നൊക്കെ പറഞ്ഞു തോന്നുന്നു. എനിക്കറിയില്ല. ചുമ്മാ CID മൂസയിൽ ദിലീപ് പറഞ്ഞാൽ ഈ വണ്ടി തള്ളാൻ വേറെ ആരും സഹായം വേണ്ട വണ്ടി തന്നെ. അതുപോലെ ചെറുതായിട്ട് തള്ളിയാണ് പ്രശ്നമാക്കേണ്ടത്. അത് ഞാൻ തരാം. നമുക്കൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് പോകാം.